സ്റ്റേജിലേക്ക് ഞാൻ കയറുന്നതിന് മുമ്പ് തന്നെ CPM-ന്റെ കുറച്ച് പ്രവർത്തകർ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ MLA-യിൽ പ്രവേശിക്കാൻ പാടില്ല, MLA-ക്ക് ഇതിൽ യാതൊരു റോളുമില്ല, ഇത് മുനിസിപ്പാലിറ്റിയുടെ സ്കീമാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കി. കേരള ഗവൺമെൻറ് 2024-25 ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച നവകേരള സദസ്സിനെ തുടർന്നുള്ള വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് 1000 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു. എല്ലാ MLA-മാരോടും അവരവരുടെ നിയോജക മണ്ഡലങ്ങളിൽ 7 കോടിയിൽ കൂടാത്ത പ്രവൃത്തികൾക്ക് നിർദ്ദേശം നൽകാനാണ് പറഞ്ഞത്. ഞാൻ അത് സംബന്ധിച്ച് 23/8/24 കത്ത് കൊടുത്തു. ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 2 വർക്ക് 7 കോടി രൂപയുടെ 2 വർക്ക് റോഡ് പ്രവൃത്തി കാക്കയങ്ങാട് പാലപ്പുഴ ആറളം ഫാമിലേക്കുള്ള റോഡാണ്, പ്രധാനപ്പെട്ട റോഡാണ്, നിങ്ങൾക്കെല്ലാം അറിയുന്ന റോഡാണ്. ആ റോഡിന് 5.25 കോടി രൂപയും ചാവശ്ശേരി വെളിയമ്പ്ര കൊട്ടാരം അതും ഒരു ഇന്റർ ലിങ്ക് റോഡാണ്, 2 പ്രധാനപ്പെട്ട റോഡുകളെ ലിങ്ക് ചെയ്യുന്ന റോഡാണ്. ആ റോഡിന് 1.25 കോടി രൂപയും എഴുതി കൊടുത്തു. അതങ്ങനെ തന്നെ പാസ്സായ റോഡിൻ്റെ ഉദ്ഘാടനം സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണെങ്കിൽ MP ആണ് അതിൻ്റെ ഉദ്ഘാടകൻ, മന്ത്രി ഉണ്ടെങ്കിൽ പ്രോട്ടോകോൾ അനുസരിച്ച് മന്ത്രി MP അധ്യക്ഷൻ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണെങ്കിൽ MLA, മന്ത്രി ഉണ്ടെങ്കിൽ മന്ത്രി ഉദ്ഘാടകൻ, MLA അധ്യക്ഷൻ. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കോർപ്പറേഷൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ഫണ്ടാണെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലുള്ള ഫണ്ടാണ്. എന്നോട് പറഞ്ഞില്ല, ഞാൻ ഇന്നലെ ഇരിട്ടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ചെയർപേഴ്സണെ വിളിച്ചിട്ട് ഞാനും കൂടി വരുന്നുണ്ട് ഈ പരിപാടിക്ക്, എന്നോട് പറഞ്ഞില്ല. അപ്പോൾ രാവിലെ വന്നോ സാർ, രാവിലെ 10 മണിക്കാണെന്ന് പറഞ്ഞു. ഞാനിന്ന് രാവിലെ 10 മണിക്ക് വേറെ ആരുമില്ലാതെ ഞാനവിടെ പോയിരുന്നു. അവിടെ ചെന്നപ്പം സ്റ്റേജിൽ, ചെറിയ സ്റ്റേജാണ്, സ്റ്റേജിലേക്ക് ഞാൻ കയറുന്നതിന് മുമ്പ് തന്നെ CPM-ന്റെ കുറച്ച് പ്രവർത്തകർ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ MLA-യിൽ പ്രവേശിക്കാൻ പാടില്ല, MLA-ക്ക് ഇതിൽ യാതൊരു റോളുമില്ല, ഇത് മുനിസിപ്പാലിറ്റിയുടെ സ്കീമാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കി. അപ്പോഴേക്കും ചെയർപേഴ്സണൊക്കെ വിളിച്ചിട്ട് ഞാൻ സ്റ്റേജിലേക്ക് എത്തിയായിരുന്നു, ഇരുന്നു കഴിഞ്ഞപ്പോൾ ഞാനുണ്ടെങ്കിൽ പരിപാടി നടക്കില്ല എന്നുള്ളൊരു സാഹചര്യം വന്നു. വേണ്ട, ഉദ്ഘാടനം വേണ്ട. ഞാനപ്പോൾ ഇറങ്ങി താഴെ റോഡിൽ നിന്നു. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മത്സ്യക്കടയാണ്. ആ മത്സ്യക്കച്ചവടക്കാരൻ എനിക്കൊരു കസേര ഇട്ട് തന്ന് ഞാൻ റോഡ് സൈഡിൽ അവസാനം ആ കസേരയിൽ ഇരുന്നപ്പോൾ CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയാണ് ആദ്യം മൈക്കെടുത്തൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗം വീഡിയോയിലുണ്ടാവും. അപ്പോൾ എനിക്കെതിരായിട്ട് ഞാനൊരു കാര്യം ഇതിനകത്ത് ചെയ്തിട്ടില്ല, ഞാൻ കൊടുത്ത കത്ത് അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാദം ഇത് 2024 ആദ്യം തന്നെ അനുവദിച്ച ഉത്തരവായ പദ്ധതിക്കാണ് MLA 23/8/24 കത്ത് കൊടുത്തത്, അത് എട്ടിയാലി മമ്മൂഞ്ഞാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിശദീകരിച്ചു. അത് കഴിഞ്ഞ് അവർ പിരിഞ്ഞുപോയി. ചെയർപേഴ്സൺ നാമമാത്രമായ ഉദ്ഘാടന പ്രസംഗം നടത്തി. അവിടുത്തെ ലോക്കൽ മുനിസിപ്പൽ കൗൺസിലർ കോൺഗ്രസിൻ്റെ ശശിയാണ്, അദ്ദേഹത്തെ വിളിച്ചില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു, CPM-ന്റെ സോയ, അവർക്ക് പ്രസംഗിക്കാൻ തോന്നിയില്ല, ഒരു തടസ്സമില്ലായിരുന്നു, അവർക്ക് പ്രസംഗിക്കാൻ തോന്നിയില്ല. ചെയർപേഴ്സണി അവകാശവാദങ്ങൾ പോലും പ്രസംഗിക്കാൻ CPM ലോക്കൽ സെക്രട്ടറി ഈ ചടങ്ങിൽ കയറി പ്രസംഗിച്ച ലോക്കൽ സെക്രട്ടറി രാഷ്ട്രീയമായിട്ട് എന്നെ ആക്ഷേപിച്ച്, കോൺഗ്രസ് പാർട്ടി ആക്ഷേപിച്ച്, UDF-നെ ആക്ഷേപിച്ച് പറഞ്ഞ ചടങ്ങിൽ പിന്നെ ചെയർപേഴ്സനെ 2 സെൻറ്റൻസ് പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല. അത്രമാത്രം കുറ്റബോധത്തോടെയാണ് ഇരിട്ടി നഗരസഭയുടെ ചെയർപേഴ്സൺ ആ ചടങ്ങ് വീക്ഷിച്ചത്. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ വന്നു. അവരെല്ലാം കൂടി പെട്ടെന്നൊരു ഹാൻഡ് മേക്ക് സംഘടിപ്പിച്ച് ഞാനും സംസാരിച്ചു. ഒറ്റ കാര്യം എന്താണ്, ഞാൻ കത്ത് കൊടുത്തു. ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ചത്, സ്പീക്കറുടെ നിയോജകമണ്ഡലത്തിൽ സ്പീക്കർ നിർദ്ദേശിച്ചത്, ഷൈല ടീച്ചറുടെ നിയോജകമണ്ഡലത്തിൽ ഷൈല ടീച്ചർ നിർദ്ദേശിച്ചത്, സജീവ് ജോസഫ് നിർദ്ദേശിച്ച ഇരിക്കൂറിൽ ഞാൻ നിർദ്ദേശിച്ചത് പേരാവൂരിൽ. അങ്ങനെയാണ് വന്നിട്ടുള്ളത്, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ CPM നേതാവിൻ്റെ വാദഗതിയെയും ഞാൻ അവിടെ തന്നെ ഖണ്ഡിച്ചു. കാരണം അദ്ദേഹം പറഞ്ഞ് 24 ഇതായിന്ന. എൻ്റെ കയ്യിൽ ഈ റോഡിന് ഭരണാനുമതി കിട്ടിയത് 19/9/25 അതിൻ്റെ
ഭരണാനുമതിയാണിത്. 19/9/25 അതിനാണ് ഭരണാനുമതി കിട്ടുന്നത്. ആ ഭരണാനുമതിക്കകത്ത് അതിൻ്റെ അകത്ത് 7 ഇടപാടുകളുടെ 7 കത്തുകളുടെ അല്ലെങ്കിൽ 7 നടപടിക്രമങ്ങളുടെ റെഫറൻസ് ഉണ്ട്. 1, 2, 3, 4 7 എണ്ണത്തിലും അതെല്ലാം 25-ലാണ്. 2025 ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. ഇത് 19/9/2025 ഇതിൻ്റെ ഫൈനൽ ഓർഡർ വന്നത്. അതിലായി കോട്ട് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് ഓർഡറിൽ കോട്ട് ചെയ്തിട്ടുള്ള 7 ഉത്തരവുകളും 7 റെഫറൻസും 25-ലെ റെഫറൻസാണ്. അപ്പോൾ CPM-ന്റെ വാദം അടിസ്ഥാനരഹിതമാണ്. അവരെ സത്യത്തിൽ കുട്ടിക്കൊരങ്ങിനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന പണിയാണ് CPM ചെയ്തത്.